നീ എന്താ ആലോചിച്ചിരിക്കുക ചേച്ചി? വന്ന് കിടക്കാൻ നോക്ക്. നാളെ കല്യാണമെന്ന് മറന്നോ? രാവിലെ അമ്പലത്തിൽ പോയി തൊഴണമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ആമി വന്ന് പറഞ്ഞു. ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയേക്കായിരുന്നു തെച്ചു. അവളെ തിരിഞ്ഞു നോക്കി. നീ പോയി കിടന്നോ, ഞാനിപ്പോൾ വരാം. എന്തേ, ചേട്ടനെ വിളിക്കാനാണോ? ഒന്ന് പോടി. ആമി ഒരു കളിയാക്കലോട് അവളോട് ചോദിച്ചത്. അവൾ കപടദേഷ്യത്തോടെ അവളുടെ കയ്യിലടിച്ചുകൊണ്ട് പറഞ്ഞു. ആ അപ്പൊ എന്നെ പിന്നാലെ ചേച്ചി വിളിച്ച് തള്ളിക്ക. പിന്നെ എല്ലാം ഇന്ന് തന്നെ പറഞ്ഞു തീർക്കണ്ട. നാളെ ഫസ്റ്റ് നൈറ്റിലേക്ക് എന്തെങ്കിലും ബാക്കി വെച്ചേക്കണം കേട്ടോ. ഇവിടെ എന്ത് ചെയ്യാൻ? ആമിയുടെ വർത്താനം കേട്ടതും ദച്ചു ചിരിച്ചുകൊണ്ട് അവളെ തല്ലാനായി എഴുന്നേറ്റതും ആമി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി. ആമി പോയി കഴിഞ്ഞതും ദച്ചുവിന്റെ മുഖത്തുണ്ടായിരുന്ന പുഞ്ചിരി മാഞ്ഞു. അവളുടെ മനസ്സ് കുറച്ച് ദിനങ്ങൾ പുറകോട്ട് പോയി. അന്ന് അവന്റെ കൂടെ ആ ഹോട്ടൽ മുറിയിലേക്ക് കയറിയപ്പോൾ അവിടെ ഇരുന്ന ആളുകളെ കണ്ട് അവൾ തറഞ്ഞു നിന്നു. അച്ഛാ. ഒരു നിമിഷത്തെ പകപ്പിന് ശേഷം അവൾ കരഞ്ഞുകൊണ്ട് മാധവനെ കെട്ടിപ്പിടിച്ചു. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. രണ്ടുപേരും കുറച്ച് സമയം ഒന്നും തന്നെ മിണ്ടിയിരുന്നില്ല. അവൾ ഉദിച്ചു. മറ്റൊരു പുരുഷബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കിയതും അവളെ നോക്കി നിൽക്കുന്ന മഹേഷിനെയാണ് കണ്ടത്. അവനെ അവിടെ കണ്ടതും അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അവളൊരു പകപ്പോടെ അമ്മനെ നോക്കി. അവനും അവൾ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവന്റെ നീലക്കണ്ണുകളിലെ നീർത്തിളക്കം അവളെ സങ്കടത്തിലാഴ്ത്തി. അവൾ തിരിഞ്ഞ് മഹേഷിനെ നോക്കി ചിരിച്ചു കാണിച്ചു. അമൻ പതിയെ മാധവന്റെ അരികിലേക്ക് നടന്നു. എന്നോട് ക്ഷമിക്കണം അങ്കിൾ, തെറ്റാണ് ചെയ്തത്. ഒരു നിമിഷം ഞാൻ സ്വാർത്ഥനായിപ്പോയി. അവിടെ നിങ്ങളുടെ ആരുടെയും വിഷമം കണ്ടില്ല. ഓരോ നിമിഷം എൻ്റെ ശിവ നീർന്ന് കണ്ടിട്ടും അത് കണ്ടില്ലെന്ന് നടിച്ചു. സ്നേഹം പിടിച്ചു വാങ്ങാൻ കഴിയില്ലെന്ന് മനസ്സിലായി. ഇനി അവളെ ഞാൻ പിടിച്ചു വെച്ചാൽ അത് ഞാൻ അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാവും. എല്ലാവരെയും ഞാൻ ഒരുപാട് വിഷമിപ്പിച്ച്. എന്നോട് ക്ഷമിക്കണം. അവനെ ആടെ മുമ്പിൽ നിന്ന് കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങുക. ഇനി അധിക സമയോട് നിൽക്കുന്നില്ല. എന്തായാലും എൻ്റെ മോളെ തിരികെ തരാൻ മനസ്സ് കാണിച്ചില്ല. ഒത്തിരി നന്ദിയുണ്ട്. അവന് മറുപടിയായി അയാൾ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ്റെ തോളിലും തട്ടി. നമുക്ക് ഇറങ്ങാം മോളെ, 8:30 ഫ്ലൈറ്റ്. ശേഷം ദച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്ന് മാധവൻ പറഞ്ഞു. ദച്ചു ഞെട്ടിത്തിരിച്ചുകൊണ്ട് അയാളെ നോക്കി. ഹരിയും ഒരു പകപ്പോടെ നിൽക്കുകയായിരുന്നു. വാദിച്ചു, നമുക്കിറങ്ങാം. മഹേഷ് ദച്ചുവിൻ്റെ അടുത്തേക്ക് ഒന്ന് പറഞ്ഞു. അവൾ ദയനീയമായി അമനെ നോക്കി. എന്നാൽ അമൻ അവളെ നോക്കാതെ വേറെ എങ്ങോട്ടോ നോക്കി നിൽക്കുമായിരുന്നു. മോളെ പോവാ അയാൾ ചോദിച്ചു. അവളൊന്ന് മൂളി. ശേഷം ഹരിയുടെ അടുത്തേക്ക് നടന്നു. ഞാൻ പോട്ടെ ശ്രീയേട്ട. അവൾ അവനോട് ചോദിച്ചതും അവനവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. ഏട്ടൻ്റെ കുട്ടി നന്നായിട്ട് വരും. അവൻ പറഞ്ഞതും അവൾ നിറമില്ലാത്തൊരു പുഞ്ചിരി തിരികെ നൽകി. ശേഷം അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ അവളെ നോക്കാതെ താഴേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അവൾ അവൻ്റെ ഇരു കൈകളും പിടിച്ച് അവൻ്റെ കൈവെള്ളയിൽ അമർത്തി ചുംബിച്ചു. അവളുടെ പ്രവൃത്തിയിൽ ഒരു നിമിഷം അവൻ ഞെട്ടിലൂടെ നോക്കി നിന്നു. അവളും അവനെ തന്നെ നോക്കി നിന്നു. അവനെ നോക്കി നിന്ന് അവളുടെ കണ്ണുകൾ അവനോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ദച്ചു മതി, വാ പോവാ. മഹേഷിന്റെ ശബ്ദമാണ് അവരെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്ന്. അവൾ തിരിഞ്ഞു നോക്കിയത് മഹേഷ് അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. അവന്റെ പിന്നാലെ ഒരു യന്ത്രത്തെ പോലെ അവൾ തിരിഞ്ഞു നോക്കി നടന്നു. അവൾ അകലെ മറയുന്നവരെ അവന്റെ കണ്ണുകൾ അവളിൽ തന്നെ പതിഞ്ഞിരുന്നു. വീട്ടിൽ വന്നു കയറി എല്ലാവരെയും കണ്ടപ്പോൾ സന്തോഷം തോന്നിയെങ്കിലും മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. അമ്മയും ആമയും കരഞ്ഞുകൊണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച്. അവരുടെ സ്നേഹവാത്സല്യങ്ങളിൽ മുഴുകുമ്പോഴും മനസ്സിൽ നിറയെ മുംബൈയിലെ ആ വലിയ ബംഗ്ലാവായിരുന്നു. അവിടെയുള്ള ഓരോരുത്തരും അവളുടെ മനസ്സിൽ അത്രമേൽ ആഴത്തിൽ പതിഞ്ഞുവെന്ന് അവരെ പിരിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അതിനേക്കാളുപരി അമൻ അവളുടെ മനസ്സിൽ പ്രണയമായി വളർന്നു എന്ന് അവൾ മനസ്സിലാക്കി. അവനെ ഒന്ന് കാണാനായി അവളുടെ ഉള്ളിൽ തുടിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ വീട് ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. നാട്ടുകാരെല്ലാം കാണാൻ വന്നു. അവരോടൊക്കെ പുഴയിൽ വീണപ്പോൾ ആരോ രക്ഷിച്ച്. ഇത്രയും നാൾ ഹോസ്പിറ്റൽ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഓരോ ദിവസം കഴിയുന്തോറും അവൾ അമൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കാൻ തുടങ്ങി. എന്നാൽ അവരോടൊന്നും പറയാൻ കഴിയാതെ അവൾ വീർപ്പുമുട്ടി. അതിനിടയിൽ ഒരു ദിവസം മഹേഷിനുമായിട്ടുള്ള വിവാഹം രണ്ടു വീട്ടുകാരും കൂടി വീണ്ടും ഉറപ്പിച്ച്. അച്ഛൻ്റെ സന്തോഷത്തിന് മുമ്പിൽ എതിർക്കാൻ പോലും കഴിയാതെ ദച്ചു പകച്ചു നിന്നതേയുള്ളൂ. ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന സൗണ്ട് കേട്ടാണ് ദച്ചു ഓർമ്മയിൽ നിന്ന് വന്നത്. സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന നമ്പർ കണ്ടതും അവൾ എടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചു. അപ്പോഴേക്കും ബെല്ലടിച്ച് നിന്നിരുന്നു. വീണ്ടും വൈബ്രേറ്റ് ചെയ്തു. അവൾ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. മറുവശത്തു നിന്നുള്ള നിശ്വാസങ്ങൾ അവളുടെ നെഞ്ചിരിപ്പ് കൂട്ടി. ശിവ, ഐ മിസ് യു. അമന്റെ ശബ്ദം കേട്ടതും അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. എടി ചേച്ചി മതി സല്ലിപ്പിച്ച് വന്ന് കിടന്നുറങ്ങാൻ നോക്കടി. റൂമിൽ നിന്ന് ആമയുടെ ശബ്ദം കേട്ടതും ദച്ചു നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. ഇതേ സമയം അവനും പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അവന്റെ കണ്ണുകളിൽ അവന്റെ ശിവയുടെ രൂപം തെളിഞ്ഞു നിന്നു. ദച്ചു മോളെ എഴുന്നേൽക്കടാ. ദച്ചു
രാവിലെ അമ്മയുടെ ശബ്ദം കേട്ടാണ് ദച്ചു കണ്ണുകൾ തുറന്നു. ഗുഡ് മോർണിംഗ് അമ്മ. അമ്മയെ കണ്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഗുഡ് മോർണിംഗ് മോളെ. ദേ ഈ ചായ കുടിച്ചിട്ട് പെട്ടെന്ന് കുളിച്ച് റെഡി അമ്പലത്തിൽ പോവാൻ നോക്ക്. ആമി എഴുന്നേൽക്ക്. ഗൗരി. അമ്മ അതും പറഞ്ഞുകൊണ്ട് അടുത്തിടുന്നവരെ വിളിച്ചു. ഓ ഈ അമ്മ. ആമി തലയും ചൊറിഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്നു. എൻ്റെ അമ്മേ ഇന്ന് ചേച്ചിയുടെ കല്യാണമല്ലേ, അതിന് ഞങ്ങൾ എന്തിനാ ഈ കൊച്ചുവെളുപ്പങ്കാലത്ത് എഴുന്നേൽക്കുന്നു? ദേ ഒന്നൊക്കെ തന്നാറുണ്ടല്ലോ. ചേച്ചിയുടെ കല്യാണമായിട്ട് രണ്ടും കൂടി മൂടിപ്പോച്ച് കിടക്കുന്നു. എഴുന്നേറ്റ് പോയി കുളിച്ചിട്ട് വാ പിള്ളേരെ. ആമി പറഞ്ഞതും അമ്മ അവളോട് കപട ദേഷ്യത്തോടെ പറഞ്ഞു. ഹാ അതെന്ത് ഏർപ്പെടാപ്പിച്ചി, ചേച്ചിയുടെ മോളെ എഴുന്നേൽക്കുന്നു, ഈ പാവം ഞങ്ങളോട് എഴുന്നേൽക്ക് പിള്ളേരെന്നു. പക്ഷഭേദം കാണിക്കാൻ പാടില്ല അപ്പച്ചി. അടുത്ത് കിടന്ന ഗൗരി ചെറുപിഞ്ചിരിയോടെ ചായ കുടിച്ചുകൊണ്ട് ദച്ചുവിനെ നോക്കി പറഞ്ഞു. ദച്ചു അവളെ കൂർപ്പിച്ച് നോക്കി. അതേടി എൻ്റെ മോളെ ഞാൻ മോളെന്നും ചക്കരയെന്നും മുത്തേന്നൊക്കെ വിളിക്കും, അതിന് നിനക്കൊന്നും ഒരു നഷ്ടമില്ലല്ലോ. ദേ അമ്മേ, അമ്മ വെറുതെ ചിറ്റമനായി എടുക്കരുത്, ചേച്ചി ഇന്നങ്ങ് പോവും, പിന്നെ ഞങ്ങളെ കാണും. ആമി മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അയ്യേ എൻ്റെ അമ്മക്കുട്ടിക്ക് അറിയുവേണം, ഞാൻ പോയാൽ അമ്മക്ക് കാണാൻ തോന്നുമ്പോൾ ഞാൻ വരില്ലേ? അവരുടെ കണ്ണുകൾ നിറയുന്ന കണ്ടു ദച്ചു അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ അതാണ്, അതിനൊക്കെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ആദ്യം തന്നെ ഞങ്ങൾ പെർമിഷൻ വാങ്ങിയിരുന്നു അല്ലേടി ആമി? അതെ. ദച്ചുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗൗരി പറഞ്ഞു. ആമി അതിന് തലകുലുക്കി. കേട്ടല്ലോ, പിന്നെന്താ അമ്മയെ പ്രശ്നം? അറിയില്ല കുഞ്ഞ, നഷ്ടപ്പെട്ടെന്ന് കരുതിയെടുത്തുന്ന നിന്നെ ഞങ്ങൾക്ക് തിരികെ കിട്ടിയത് വീണ്ടും അകറ്റി നിർത്താൻ മനസ്സ് അനുവദിക്കുന്നില്ല. അവർ സങ്കടത്തോടെ പറയുന്ന കേട്ട് അവൾ അവരെ കെട്ടിപ്പിടിച്ചു. ഷോ ഈ അപ്പച്ചി ഇത് സെന്റിയാക്കും, വിവരമില്ലാതെ ആമി എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് ബുദ്ധിയുള്ള അപ്പച്ചി അതൊക്കെ അങ്ങ് ക്ഷമിക്കണ്ടേ അല്ലേടി ആമി? ആ അതെ. എടി ഗൗരിയേച്ചി നിന്നെ ഞാൻ. അതും പറഞ്ഞുകൊണ്ട് ആമി ഗൗരിയുടെ പിന്നാലെ ഓടാൻ തുടങ്ങി. അയ്യോ അമ്മയെ രക്ഷിക്കണേ! ഗൗരി നിലവിളിച്ചുകൊണ്ട് ഓടി. അത് കണ്ടതും ദച്ചു അമ്മയും പൊട്ടിച്ചിരിച്ചു. എൻ്റെ മോള് പോയി കുളിച്ചിട്ട് വന്നു, അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴേക്കും ബ്യൂട്ടീഷ്യൻ വരും. ശരിയമ്മേ അമ്മ പറഞ്ഞു. അവൾ തലകുലിക്ക് സമ്മതിച്ചു. അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അവൾ കുടിച്ച കപ്പെടുത്ത് പുറത്തേക്ക് നടന്നു. അവർ പുറത്തേക്ക് ഇറങ്ങിയതും പുഞ്ചിരിയോടെ നിന്നിരുന്ന അവളുടെ കണ്ണുകൾ ഈറനായി. മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് കയറി. ദച്ചു റെഡിയായി താഴേക്ക് വന്നു. ആമിയും ഗൗരിയും ഒരുങ്ങി ഇറങ്ങിയിരുന്നു. താഴെ എത്തിയതും എല്ലാവരുടെയും കണ്ണുകൾ ദച്ചുവിൽ തന്നെ ആയിരുന്നു. കസവിന്റെ സെറ്റ് സാരി ആയിരുന്നു അവൾ ഉടുത്തിരുന്നത്. അതിന് ചേരുന്ന പച്ച ബ്രോക്കോട്ട് ബ്ലൗസും. ആ വേഷത്തിൽ അവൾ അതിസുന്ദരിയായിരുന്നു. എല്ലാവരെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ദച്ചുവും ഗൗരിയും ആമിയും കൂടെ അമ്പലത്തിലേക്ക് ഇറങ്ങി. എടി ചേച്ചി കൈ നീട്ടിക്ക്, മെഹന്തി ചുവന്നോ നോക്കട്ടെ. പോകുന്ന വഴിക്ക് ഗൗരി ചോദിച്ചത് ദച്ചു ഇരു കൈകളും തുറന്ന് കാണിച്ചു കൊടുത്തു. വാവ്, അല്ലെങ്കിൽ ഈ ഗൗരി എന്തെങ്കിലും ചെയ്താൽ അത് പെർഫെക്റ്റ് ആയിരിക്കും. ആ ശരിയാ ഗൗരിച്ചി, ഈ കാര്യത്തിൽ ചേച്ചിയുടെ കഴിവ് അപാരം. ചേട്ടന്റെ പേര് എഴുതിയിരിക്കുന്ന നോക്കിക്കേ, എത്ര മനോഹരാണെന്ന്. ആമി അത് പറഞ്ഞു. ദച്ചു ആ പേരിലേക്ക് തന്നെ നോക്കി. അത് കാണുന്തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ആ സമയം തന്നെ അവളുടെ കയ്യിലിരുന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്തു. അവളൊരു ഞെട്ടലോടെ അതിൽ തെളിഞ്ഞു കാണുന്ന പേരിലേക്ക് നോക്കി. ശേഷം ആമിയും ഗൗരിയെയും നോക്കിയതും അവർ വേറെന്തോ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കുകയായിരുന്നു. അവൾ ആ കോള് കട്ട് ചെയ്ത ശേഷം നെഞ്ചിൽ കൈവച്ച് ശ്വാസം ആഞ്ഞെടുത്തു. ശ്രീകോവിന് മുമ്പിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ സത്യത്തിൽ എന്ത് പ്രാർത്ഥിക്കണമെന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നു. അവളുടെ കണ്ണുകളിൽ ആ നീലക്കണ്ണുകൾ മാത്രം തിളങ്ങി നിന്നു. അമ്പലത്തിൽ നിന്ന് തിരികെ എത്തുമ്പോഴേക്കും ബ്യൂട്ടീഷ്യൻ വന്നിരുന്നു. വാ മോളെ, പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് റൂമിലേക്ക് ചെല്ലും, ആ കൊച്ചവിടെ കാത്തിരിക്കുക. അകത്ത് കയറിയപ്പോൾ തന്നെ ഗൗരിയുടെ അമ്മ വിളിച്ചുകൊണ്ടുപോയി ചെയറിലേക്ക് ഇരുത്തി ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ പറഞ്ഞു. ഭക്ഷണം മുന്നിൽ വെച്ചിട്ടും ദച്ചിനൊന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. പാത്രത്തിൽ വിരലോടിച്ചുകൊണ്ട് അവൾ ചിന്തിച്ചിരുന്നു. അവളുടെ മുന്നിലേക്ക് ഒരു കൈ നീണ്ടുവന്നു. മുഖമുയർത്തി നോക്കിയതും കയ്യിൽ ഭക്ഷണമായി നിൽക്കുന്ന ആമിയാണ് കണ്ടത്. അവൾ നിറഞ്ഞ കണ്ണുകളോടെ വായ തുറന്നു കൊടുത്തു. എൻ്റെ ചേച്ചി ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ചല്ല പോവേണ്ട, നിറഞ്ഞ സന്തോഷത്തോടെ വേണം ഈ വീടിൻ്റെ പടിയിറങ്ങാൻ. അവളുടെ നിറഞ്ഞ കണ്ണുകൾ ഇടം കൈകൊണ്ട് തുടച്ചു കൊടുത്തുകൊണ്ട് ആമി പറഞ്ഞതും ദച്ചു അതിന് നിറമില്ലാത്തൊരു പുഞ്ചിരി നൽകി. ആ അപ്പൊ അതായിരുന്നല്ലേ മോളുടെ ഉദ്ദേശം? എൻ്റെ ദച്ചു ചേച്ചിനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് നിനക്കിവിടെ ഓളിനോളോ ഈ വിറസാനല്ലേടി? ഓഹ് ഇവളെന്ന് ഞാൻ. ഗൗരി പറഞ്ഞിട്ട് ആമി പല്ലിയരിച്ചു. ഗൗരി ഇളിച്ചു കാണിച്ചു കൊടുത്തു. ഇതെല്ലാം കണ്ടൊരു പുഞ്ചിരിയോടെ ഇരുന്ന ദച്ചുവിൻ്റെ അടുത്തേക്ക് വന്ന് താരമ്മ ഭക്ഷണം എടുത്ത് അവളുടെ വായിൽ വെച്ച് കൊടുത്തു. അമ്മയുടെ മോള് കഴിക്ക്. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവരവളെ ഊട്ടി. ആമി അമ്മേ എനിക്കും. ഗൗരി അപ്പച്ചി എനിക്കും. രണ്ടുപേരും വിളിച്ചുകൊണ്ട് വന്നു. താരമ്മ അവരെയും ഊട്ടി. ഭക്ഷണം എല്ലാം കഴിഞ്ഞു ദച്ചുവിനെ ഒരുക്കാൻ തുടങ്ങി. വയലറ്റ് കളർ പട്ടുസാരിയിൽ അതിമനോഹരമായി അവൾ അണിഞ്ഞൊരുങ്ങി. കഴുത്തിലും കയ്യിലും ട്രഡീഷണൽ ടൈപ്പ് മാലകളും വളകളും അണിഞ്ഞിരുന്നു. മുഖത്ത് സിമ്പിൾ മേക്കപ്പ് ഇട്ട് മുടി ഗജറ സ്റ്റൈൽ കെട്ടി പൂവ് വെച്ച് ഒരുക്കം കഴിഞ്ഞതും ദക്ഷിണ കൊടുക്കാനായി അവൾ താഴേക്ക് ഇറങ്ങിച്ചെന്നു. അവളുടെ പിന്നാലെ തന്നെ ഗൗരി ആമി ഇറങ്ങി വന്നു. ആമിക്കും ഗൗരിക്കും ധാവണിയായിരുന്നു എടുത്തിരുന്നത്. പച്ച ധാവണിയിൽ ഗൗരിയും നീലധാവണിയിൽ ആമിയും മനോഹരമായി തന്നെ നിന്നു.
വിവാഹവേഷത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന തങ്ങളുടെ മകളെ കണ്ടത് മാധവന്റെയും താരയുടെയും മിഴികൾ ഈറനായി. കയ്യിലിരുന്ന വെറ്റിലയും മടക്കയും കൊടുത്ത് അവരുടെ കാലുതൊട്ട് വണങ്ങുമ്പോൾ അവർ നിറഞ്ഞ മനസ്സോടെ അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. നന്നായി വരും അവർ പറഞ്ഞതും അവൾ അച്ഛൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. പുറപ്പെടാൻ സമയമായി ഏതൊരു അമ്മാവൻ വിളിച്ചു പറഞ്ഞു. അവൾ മുഖമുയർത്തി അച്ഛനെ നോക്കി. അച്ഛൻ അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു. അവരുടെ പിന്നാലെ മറ്റുള്ളവരും ഇറങ്ങി. ഓഡിറ്റോറിയത്തിലെ ഗ്രീൻ റൂമിൽ ദച്ചു ടെൻഷനോടെ ഇരിക്കുകയായിരുന്നു. ആമിയെയും ഗൗരിയെയും ദച്ചുവിന് കൂട്ടിനിരുത്തിയിട്ട് ബാക്കിയെല്ലാവരും ആളുകളെ സ്വീകരിക്കാനായി പോയിരുന്നു. തൊട്ടുമുന്നിലെ കണ്ണാടിയിൽ രണ്ടെണ്ണം കൂടി തിരിഞ്ഞു മറിഞ്ഞു നിന്ന് തങ്ങളുടെ സൗന്ദര്യം നോക്കുന്നുണ്ട്. രണ്ടിനെയും തലയടിച്ചു പൊട്ടിക്കാൻ ദച്ചുവിന് തോന്നിയെങ്കിലും അവൾ ദേഷ്യം നിയന്ത്രിച്ച് ഒരിടത്ത് പോയിരുന്നു. എടി ചേച്ചി, എന്നെ കാണാൻ ഇപ്പോൾ നിന്നെക്കാളും സൗന്ദര്യമില്ലേടി? ദച്ചുവിൻ്റെ അടുത്തേക്ക് വന്ന് ഇടുപ്പിൽ കൈവച്ച് ആമി ചോദിക്കുന്ന കേട്ടതും ദച്ചു അവളൊന്ന് കൂർപ്പിച്ച് നോക്കി. അത് കണ്ടതും അവളൊന്ന് ഇളിച്ച് കാണിച്ചു കൊടുത്തു. ദേ ഗൗരി, ഈ പെണ്ണിനെ പിടിച്ചു കൊണ്ടുപോയിക്ക്. മനുഷ്യരിവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അവിടെ ഒരു അതിന് ചേച്ചി തന്നെ ടെൻഷൻ അടിക്കുന്നത്. ചേച്ചിയുടെ കല്യാണമല്ലേ നടക്കാൻ പോകുന്നത്, അല്ലാണ്ട് അടിയന്തരന്നല്ലോ. ദച്ചു പറയുന്ന കേട്ട് ആമി പറഞ്ഞു. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ കാര്യം ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ. ആമി, അതിന് ഗൗരി ചേച്ചി ആരെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ? ഗൗരി പറയുന്ന കേട്ട് ആമി ചോദിച്ചു. ഏയ് ഇല്ല, കല്യാണത്തിന് ചെക്കൻ കൂടുതൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു സുന്ദരനെ ഇന്ന് തന്നെ നോട്ടിടണം. തീറ്റയിട്ട് അവനെ വളച്ച് കുപ്പിയിലാക്കിയിട്ട് വേണം ദേഹം മുഴുവൻ ഇഷ്ടംപോലെ സ്വർണ്ണക്കിട്ട് കല്യാണം കഴിക്കാൻ. അതൊരു അതിമോഹമല്ലേ ഗൗരി ചേച്ചി? ആണോ? എന്നാൽ കുറച്ച് കുറക്കാം. എന്താ? ആ, ഒരു പൊടിക്ക് കുറക്കുന്നത് നല്ലതാ. അല്ല ഗൗരി ചേച്ചി, ചെന്നൈയിൽ പഠിക്കാൻ പോയിട്ട് അവിടെ നല്ല ചെക്കന്മാരൊന്നും കിട്ടിയില്ലേ? ഓ, അതൊന്നും പറയണ്ട എൻ്റെ ആമി. ചെന്ന സമയത്ത് ഒന്ന് രണ്ടെണ്ണത്തിന് നോക്കിയതാ. എന്നിട്ടെന്താ? ആദ്യം തന്നെ അവന്മാരെ കയറി അമ്മാന്നാ വിളിച്ചത്. അമ്മാന്നോ? അയ്യോ ഗൗരി, അത് അവർ നിന്നെ ബഹുമാനത്തോടെ വിളിച്ചതാ. ആ, അതെനിക്ക് പിന്നെയല്ലേ മനസ്സിലായത്. അപ്പോഴേക്കും ഞാൻ അവന്മാരെ നല്ല ചീത്ത വിളിച്ച് കഴിഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഈ ഭാഷ അറിയാത്തവന്മാരെ പ്രേമിച്ച വലിയ പാഠം. അതുകൊണ്ട് എനിക്ക് മലയാളിയെ മതി. ഗൗരി പറയുന്ന കേട്ടതും ആമിയും ദച്ചു അന്ന് വിട്ട് പരസ്പരം നോക്കിയിരുന്നു. ശേഷം അതൊരു പൊട്ടിച്ചിരിയിലേക്ക് വഴിമാറി. ഗൗരി, ഹോ, രണ്ടും എണീറ്റ് പോകുന്നുണ്ടോ? അവരുടെ ചിരി കണ്ടതും ഗൗരി ടെറർ മോഡിലായി. അപ്പോഴാണ് ചെക്കൻ വന്നതെന്ന് പറഞ്ഞ് ഏതോ ഒരു അമ്മച്ചി വിളിച്ചു പറഞ്ഞത്. അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന ദച്ചുവിനെ വീണ്ടും ടെൻഷൻ അടിക്കാൻ തുടങ്ങി. ഗൗരി, എനിക്ക് കല്യാണം കഴിക്കണ്ട. എന്താ? ടെൻഷനോട് അവൾ ഗൗരിയോട് പറഞ്ഞു. അവൾ അന്തം വിട്ട് ആമിയെ നോക്കി. ആമി അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. നീ ഇന്ന് ബാംഗ്ലൂർ ഡേയ്സ് കളിക്കാൻ ഇങ്ങോട്ട് വന്നേ ചേച്ചി. ആമി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവളുടെ ഗോൾഡൊക്കെ ഒന്ന് കൂടെ സെറ്റായി കൊടുത്തു. അപ്പോഴേക്കും ചെക്കനെ സ്വീകരിച്ച് മണ്ഡപത്തിൽ ഇരുത്തിയിരുന്നു. ദച്ചുവിൻ്റെ കയ്യിലേക്ക് താലം കൊടുത്തു അവൾ എല്ലാവരെയും നോക്കി. അവളുടെ കൈകൾ വിറക്കുന്ന കണ്ട് ഗൗരി അവളുടെ അടുത്ത് തന്നെ ഇരുന്നു. എൻ്റെ ദച്ചു വെച്ച് ഇങ്ങനെ ടെൻഷനൊന്നും അടിക്കണ്ട, മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കിയാൽ മതി. അതോ ബാംഗ്ലൂർ ഡേയ്സിലെ പോലെ സിഗരറ്റ് വേണോ? ഗൗരി പറയുന്ന കേട്ടോ ദച്ചു അവളെ കൂർപ്പിച്ച് നോക്കി. വാ മോളെ, അമ്മ വന്ന് വിളിച്ചതും അവൾ ശ്വാസം ഒന്ന് എടുത്തു വിട്ടു. ശേഷം താലപ്പൊലിയേന്തിയ കുഞ്ഞുങ്ങളുടെ പിന്നിലായി അവൾ മണ്ഡപത്തിലേക്ക് നടന്നു. സർവാഭരണ വിഭൂഷിതയായി തൻ്റെ മുന്നിലേക്ക് നടന്നു വരുന്നവളെ അവൻ പ്രണയം നിറഞ്ഞ കണ്ണുകളോട് നോക്കിയിരുന്നു. തൻ്റെ വാമഭാഗത്തായി ഇരുന്നവളെ അവൻ കണ്ണെടുക്കാതെ നോക്കിയെങ്കിലും അവളുടെ മിഴികൾ ഒരിക്കൽ പോലും അവൻ്റെ നേർക്ക് വന്നില്ല. പൂജാരി എടുത്തുകൊടുത്ത താലി കൈനീട്ടി വാങ്ങിക്കൊണ്ട് അവൻ അവളെ ഒന്നുകൂടി നോക്കി. അപ്പോഴും അവളുടെ മിഴികൾ താഴേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. അത് കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കെട്ടുമേളത്തിൻ്റെ അകമ്പടിയോടെ അവളുടെ കഴുത്തിലേക്ക് താലി ചാർത്തി. കണ്ണുകളടച്ച് കൈകൂപ്പി പ്രാർത്ഥിച്ച് അവളുടെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ ഒഴുകിയിറങ്ങി. അണിവിരലിലൊരു നുള്ളു സിന്ദൂരം തൊട്ട് അവൻ അവളുടെ സീമന്തരേഖ ചുവപ്പിച്ചു. നെറ്റിയിൽ തണുപ്പ് അനുഭവപ്പെട്ടപ്പോഴാണ് അവൾ മിഴികൾ തുറന്നു നോക്കിയത്. നെറുകയിൽ ചുണ്ടുകൾ ചേർത്ത ശേഷം തന്നെ നോക്കി നിൽക്കുന്ന ആ നീലക്കണ്ണുകളിൽ തെളിഞ്ഞു കാണുന്ന കുസൃതി കണ്ടതും അവളുടെ ചുണ്ടുകളിലും ഒരു പുഞ്ചിരി വിടർന്നു. ഫ്രം ദിസ് മൊമെന്റ് ഓൺ യു ആർ മൈ ഓൺ ശിവ, ഐ ലവ് യു. അവന്റെ വാക്കുകൾ ഒരു പ്രകമ്പനം പോലെ അവളുടെ ചെവിയിൽ അലയടിച്ചുകൊണ്ടിരുന്നു. അവൾ കണ്ണുകൾ ചിമ്മാൻ പോലും മറന്ന് അവനെ നോക്കിക്കൊണ്ടിരുന്നു. അവന്റെ നീലക്കണ്ണിലെ അഗാധതയിൽ അവൾ അലിഞ്ഞു ചേർന്നു. ആരിട്ടുകൊള്ളുക? തിരുമേനിയുടെ ശബ്ദമാണ് അവളിൽ നിന്നുള്ള കണ്ണുകൾ പിൻവലിക്കാൻ അവളെ നിർബന്ധിതയാക്കിയത്. ഒന്ന് പയ്യെ നോക്കിയെടുത്തി. എങ്ങനെ നോക്കിയാലേ ഇപ്പൊ തന്നെ എൻ്റെ ഏട്ടൻ ദഹിച്ചു പോകും. പിന്നിൽ നിന്നുള്ള സൗണ്ട് കേട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. അവിടെ അത് ആ 32 പല്ലും വെച്ച് ഇളിച്ച് കാണിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ മാളവും ദേവും. അവൾ അവരെ ഒന്ന് കടുപ്പിച്ച് നോക്കിയിട്ട് തിരിഞ്ഞവനെ നോക്കി. അവന്റെ മുഖത്തെ കള്ളച്ചിരി കണ്ടതും അവൾ മുഖം കുനിച്ചു. പരസ്പരം ഹാരിയിട്ട് കഴിഞ്ഞ് പുടവ വാങ്ങാനായി അവൾ എഴുന്നേറ്റ് അവന്റെ കാൽ തൊട്ട് വണങ്ങി. ഇരു കൈയും നീട്ടി പുടവയും സെറ്റും മുണ്ടും വെച്ച താലം വാങ്ങി അവൾ യഥാസ്ഥാനത്തിരുന്നു. പിണക്ക് ഇതുവരെ മാറിയില്ലേ വേണ്ടേ? തൻ്റെ അടുത്തേക്ക് ഇരുന്ന് വെച്ചു. അവൻ നോക്കാതെ മറ്റെങ്ങോട്ടും നോക്കുന്നുണ്ട്. അവൻ അവളോടായി പതിയെ ചോദിച്ചു. അതിന് മറുപടിയായി അവൾ ചുണ്ടുകൂർപ്പിച്ച് അവനെ നോക്കി. അത് കണ്ടതും അവൻ അവളെ നോക്കിയൊരു കണ്ണിറുക്കി കാണിച്ചു. അത് കണ്ടതും അവളുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു. കന്യാദാനം നടത്തുക.
അപ്പോഴേക്കും പൂജാരി മാധവനോട് പറഞ്ഞു. അത് കേട്ടതും അദ്ദേഹം ദച്ചുവിന്റെ കൈ പിടിച്ച് അവന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അവരുടെ കൈക്ക് മുകളിലായി ഇറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം അവനെ നോക്കി. തന്റെ മകളെ പൊന്നുപോലെ നോക്കണേന്നൊരു ധ്വനി കൂടി ആ നോട്ടത്തിലുണ്ടായിരുന്നു. അത് കണ്ടതും അവൻ ഇരുകണ്ണുകളും ചിമ്മിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. അതിനുശേഷം പിന്നെ ഫോട്ടോ എടുപ്പായിരുന്നു. ഇരുന്നും നിന്നും കിടന്നൊക്കെ പല പോസിൽ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അവനാണെങ്കിൽ അതിനെല്ലാം നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. നമ്മുടെ ദച്ചുവാണ് പെട്ടുപോയത്. കയ്യിൽ താലവും പിടിച്ചെന്ന് കൊച്ചാ ക്ഷീണിച്ചു തുടങ്ങി. സൈഡിലായി നിന്ന് അവന്റെയും ദച്ചുവിനെയും ഫോട്ടോഷൂട്ട് കാണുന്നതിനിടയിലാണ് ദൂരെ നിന്ന് ആരോട് സംസാരിക്കുന്ന ഹരിയെ മാളുവും ആരവും ദേവും കാണുന്നത്. കല്യാണത്തിൽ പോലും ഹരി 3 ദിവസം മുന്നെയാണ് വന്നത്. അവനില്ലാത്തതുകൊണ്ട് ഓഫീസിൽ അവന് നല്ല ജോലി ഉണ്ടായിരുന്നു. വന്നിട്ട് കോവിലത്ത് അതിനേക്കാൾ തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ മാളുവിനൊന്ന് കാണാനോ സംസാരിക്കാനോ പറ്റിയില്ല. ദേടി നിന്റെ കരിയേട്ടനെ ഏതോ പെണ്ണ് ട്യൂൺ ചെയ്യുന്നു, ആരോ പറയുന്ന കേട്ട് മാളുവും ദേവും അങ്ങോട്ട് നോക്കി. അതാണോ നിന്റെ ഹരിയേട്ടൻ? അവനെ നോക്കി പല്ലടിക്കുന്നതിനിടയിൽ ദേവ് ചോദിക്കുന്ന കേട്ടും അവളൊന്ന് മൂളി. ആള് ചുള്ളനാളോടി, പക്ഷേ എൻ്റെ ആദ്യേട്ടൻ അത്ര പോരാ. ദേവ് പറയുന്നിട്ട് മാളവളും തറപ്പിച്ച് നോക്കി. അതിനവൾ നല്ലൊരു ഇളി പാസ്സായി കൊടുത്തു. എന്നാലും അതേതടാ ആ പെണ്ണ്? അയ്യോ അത് സ്നേഹ ചേച്ചിയല്ലേ? മാള് സംശയത്തോടെ ചോദിക്കുന്നിട്ട് അവരുടെ അടുത്തേക്ക് വന്ന അതിഥി അത്ഭുതത്തോടെ പറഞ്ഞു. തുടരും.